ഒരു കഥ കേട്ടാലോ? തയ്യൽക്കാരൻ്റെയും ആനയുടെയും കഥ. തുടങ്ങാം. ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ ഒരു തയ്യൽക്കാരനുണ്ടായിരുന്നു. അതേ ഗ്രാമത്തിൽ തന്നെ ഒരു ആനയും ഉണ്ടായിരുന്നു. സമീപത്തുള്ള നദിയിൽ ആന എല്ലാ ദിവസവും കുളിക്കുവാൻ പോകുമായിരുന്നു. എല്ലാ ദിവസവും തയ്യൽക്കാരനെ സന്ദർശിക്കുന്ന ആനയ്ക്ക് അയാൾ പഴങ്ങൾ കൊടുക്കുക പതിവായിരുന്നു. അവർ നല്ല സുഹൃത്തുക്കളായിരുന്നു. ഒരു ദിവസം തയ്യൽക്കാരന്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. പതിവ് പോലെ തന്റെ കടയിലെത്തിയ ആനയ്ക്ക് അയാൾ കഴിക്കാൻ എന്തെങ്കിലും കൊടുക്കുന്നതിന് പകരം സൂചി കൊണ്ട് തുമ്പിക്കൈയിൽ ഒരു കുത്ത് വെച്ചു കൊടുത്തു. ആനയ്ക്ക് വേദനിച്ചു. അവൻ ഞെട്ടിപ്പോയി. എങ്കിലും നിശബ്ദനായി നടന്നുപോയി. അവൻ സാധാരണ പോലെ നദിയിലെത്തി. തയ്യൽക്കാരന്റെ പണി അവൻ മറന്നില്ല. തുമ്പിക്കൈയിൽ മുഴുവൻ പുഴയിലെ ചെളിവെള്ളം നിറച്ച ശേഷം അവൻ തയ്യൽക്കാരന്റെ കടയിലെത്തി. കടയിലെ തുണിയിലാകമാനം അവൻ തന്റെ തുമ്പിക്കൈയിൽ സൂക്ഷിച്ചിരുന്ന വെള്ളം ചീറ്റിച്ചു. തയ്യൽക്കാരനെയും ചെളിവെള്ളത്തിൽ കുളിപ്പിച്ചു. ആനയുടെ പ്രവൃത്തിയിൽ ഞെട്ടിപ്പോയെങ്കിലും തയ്യൽക്കാരന് ദേഷ്യം വന്നില്ല. കടയുടെ പുറത്തിറങ്ങിയ അയാൾ ആനയുടെ തുമ്പിക്കൈയിൽ വാത്സല്യത്തോടെ തലോടി. തന്റെ പ്രവൃത്തിയിൽ അയാൾക്ക് ഖേദം തോന്നി. എന്നിട്ട് ആനയ്ക്കൊരു പഴം കൊണ്ടുവന്നു കൊടുത്തു. ആന അത് പഴയതുപോലെ തന്നെ കഴിച്ചു. അങ്ങനെ അവർ വീണ്ടും സുഹൃത്തുക്കളായി തീർന്നു. ഗുണപാഠം എന്താണ്? പ്രതികാരത്തിന്റെ ഫലം വേദനയാണ്. കഥ ഇഷ്ടമായോ? ഇതുപോലെയുള്ള കഥകൾ കേൾക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.